ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കണ്ണൂർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. വലിയ സ്വീകരണം പ്രേക്ഷകർ നൽകുന്നു. പ്രേക്ഷകരല്ല, പ്രവർത്തകർ. അജീഷ് ജയകുമാറാണ്. അജീഷ്, വലിയ വിജയം, ചരിത്ര വിജയം നേടി KPCC പ്രസിഡന്റിനെ സ്നേഹാദരങ്ങളോടെ പ്രവർത്തകർ സ്വീകരിക്കുന്ന കാഴ്ചയാണല്ലോ കാണുന്നത്. കൃഷ്ണ പറഞ്ഞതുപോലെയാണ്, ചരിത്ര വിജയമാണ്. കാരണം കണ്ണൂരിൽ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നേടുന്ന ഏറ്റവും വലിയ വിജയമാണ് ഇത്തവണത്തേത്. 5 സീറ്റുകളാണ് കോൺഗ്രസ് ഇത്തവണ കണ്ണൂരിൽ വിജയിച്ചത്. അതിൽ പയ്യന്നൂര്, തളിപ്പറമ്പ് പോലുള്ള CPM കോട്ടകളിൽ വലിയ വിജയം നേടിക്കൊണ്ടാണ് കോൺഗ്രസ് കണ്ണൂരിൽ കരുത്തു തെളിയിച്ചത്. അതിനുശേഷം കണ്ണൂരിൽ തിരിച്ചെത്തിയ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് വലിയ സ്വീകരണമാണ് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. കോൺഗ്രസ് ലീഗ്, മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് KPCC അധ്യക്ഷനെ മട്ടന്നൂർ വിമാനത്താവളത്തിൽ ഇപ്പോൾ സ്വീകരിക്കാൻ എത്തിയത്. വലിയ ആൾക്കൂട്ടം തന്നെയാണ് അവിടെയുള്ളത്. മാത്രമല്ല, പേരാവൂരിലും സണ്ണി ജോസഫിന്റെ 4ാം അംഗം അതിൽ ചരിത്ര ഭൂരിപക്ഷത്തോടെയാണ്, റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് സണ്ണി ജോസഫ് വിജയിച്ച് കയറിയത്. 15,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായ KK ശൈലജയെ സണ്ണി ജോസഫ് പരാജയപ്പെടുത്തുന്നത്. എന്നാലും കണ്ണൂരിലും കേരളത്തിലുമുള്ള ആ വലിയ ചരിത്രപരമായ വിജയത്തിന് ശേഷം കണ്ണൂരിലെത്തിയ KPCC അധ്യക്ഷനെ വലിയ ആൾക്കൂട്ടമാണ് ഇവിടെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും ഈ ചെങ്കോട്ടകളിൽ ഈ പറയുന്ന തളിപ്പറമ്പും പയ്യന്നൂരും ഒക്കെ ആ കോട്ട പൊളിക്കാനായതിൻ്റെതായ ഒരു ഇരട്ടി മധുരം കൂടെയുണ്ട്. ഈ കോൺഗ്രസ്സുകാരുടെ ഒരു വികാരമാണല്ലോ ഉമ്മൻചാണ്ടി. അപ്പോൾ ഉമ്മൻചാണ്ടിയെ മുൻനിർത്തി ജ്യോതികുമാർ ചാമക്കാലയൊക്കെ ആണെങ്കിലും വോട്ട് പിടിച്ചിരുന്നു. അപ്പോൾ അവിടെയൊക്കെ വലിയ വിജയം നേടി. ഇപ്പോഴും ഉമ്മൻചാണ്ടിയെ പ്രവർത്തകർ ഓർക്കുന്നു. അതാണ് നമുക്ക് ആ പോസ്റ്ററുകളിലൂടെ ഒക്കെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ സ്വീകരണമാണ് KPCC പ്രസിഡന്റിന് അവിടെ ലഭിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.